ആചാരം അങ്ങോട്ട് കേറിക്കോളി. സുലൈക്ക, ഞങ്ങളിപ്പോ എനിക്ക് പരിചയപ്പെടുത്താറില്ല. ഇത് മാലില് പുതുതായിട്ട് വന്ന ഉസ്താദാണ്. ഞങ്ങളിപ്പോ വന്നിട്ടുണ്ടതേ മാലിൽ ഇപ്പൊ ഈ ചെറുപ്പക്കാരായ കുട്ടികളൊക്കെ ഇപ്പൊ ലൈംഗികമൊക്കെ അടിമപ്പെട്ട് പോകുന്നുണ്ട്. അതിനെപ്പറ്റി എല്ലാ പെരാളിലൊന്നും കേറിക്കാണ്ട് എന്താ പുസ്തക ബോധവൽക്കരണല്ലേ അത് നടത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വന്നതാണ്. ഇവിടെ ഉണ്ടല്ലോ ഇപ്പൊ എനിക്കൊരു ആൺകുട്ടി ഒരു പെൺകുട്ടി. അപ്പൊ ഓരോ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ വേണ്ടി പോകുന്നതാണ്. ഇവിടെ ഇപ്പൊ അതിന്റെ ആവശ്യമൊന്നും ഇല്ല. എന്റെ കുട്ടികൾ അതിനൊന്നും പോകൂല. എന്റെ കുട്ടികൾ പോകൂല, സംഗതിയൊക്കെ ശരിയാണ്. പക്ഷെ നമ്മൾ ബാപ്പല്ലാതെ വളർന്ന സ്ഥിതിക്കേ ഒരു കാവല് നല്ലതാണ്. അതുകൊണ്ടപ്പോ അജിര് ആ പറഞ്ഞത്. ഇവിടുത്തെ കുട്ടികൾ മോശമെന്നല്ലേ ഞങ്ങൾ പറയേണ്ടത്. ഞങ്ങൾ ഈ മാലിന്യം എല്ലാ വീട്ടിലും കയറി ഇറങ്ങുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് നിങ്ങളടുത്തേക്ക് വന്ന് പറഞ്ഞിരുന്നു കേട്ടോ. ഉസ്താദെ, എന്റെ കുട്ടികളെ ഞാനേ ബാപ്പല്ലാത്തൊരു കുറവേ ഉൾക്കൊള്ളൂ. ആ കുറവ് ഞാൻ ഓലെ അറിയിപ്പിക്കാതെയാണ് ബർത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ എല്ലാവരും പറച്ചിലേ നമ്മളെ മക്കളെ നല്ല രീതിയിൽ നോക്കിയേക്കാരം. നമ്മൾ ഇതൊന്നും അറിയില്ല. എല്ലാം മൂർത്താവിലെത്തുമ്പോഴേ നമ്മൾ രക്ഷിതാക്കളെ അറിയുള്ളൂ. അതുകൊണ്ട് പറഞ്ഞതാണ്. അങ്ങനെ ഒരു രീതിയിലൊന്നും അതുവരെ പോയിട്ടില്ല. മഗ്‌രിബ് ആവുമ്പോഴേക്കും പെരേക്ക് കയറി വരും. ഞാൻ അങ്ങനെയുള്ള കൂട്ടുകെട്ടിലൊന്നും പോകാതിരിക്കട്ടെ. അൽഹംദുലില്ലാ, അങ്ങനെ തന്നെ ആവട്ടെ. ഇനി അങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പള്ളി കമ്മിറ്റിയിൽ നിന്ന് യാതൊരു വില നിങ്ങൾക്ക് കിട്ടൂല. ഒരു കല്യാണത്തിനോ നിക്കാഹിനോ അതുപോലത്തെ ഒരു പരിപാടിക്കും ഈ വീടുമായിട്ട് ഒരു സഹകരണം ഉണ്ടാവില്ല. ഇതൊക്കെ പറയാനാണ് ഇപ്പൊ ഞങ്ങൾ വന്നിക്കേണ്ടത്. ഇപ്പോ കുട്ടികൾക്കൊക്കെ ഒന്ന് മട്ടത്തിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താണ്ടി. ഇങ്ങനെ കമ്മിറ്റിയിൽ നിന്ന് വന്നിരുന്നു, ഉസ്താദം വന്നിരുന്നൊക്കെ അതാ മയത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മതി. ഞങ്ങൾക്ക് അടുത്ത വീടുകളൊക്കെ കാരണം. അപ്പൊ ഞങ്ങൾ പോട്ടെ നാലിട്ടാണ്. അല്ല, ചായ കുടിച്ചിട്ട് പോകാം. പാട് കുടിച്ചപ്പോ അവിടുന്ന് ഇവിടുന്നൊക്കെ കുടിച്ചോ പോവല്ലേ. നിക്കി എന്താ ആചാര്യ പറയണമെന്നും വിചാരിച്ചരുത്. നിങ്ങൾ ആ പേര് പറഞ്ഞൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. സത്യം പറഞ്ഞാലേ ഇങ്ങനെയൊക്കെ പറയാനാണ് വെച്ചെങ്കിൽ നിങ്ങളുണ്ടാകും പോയിക്കോളി. ഞാൻ തൽക്കാലം ദത്താചാര്യങ്ങൾ ഇപ്പൊ പിടിച്ചു കാണ്ടി വർത്താനം പറഞ്ഞത് ഞാനങ്ങനെ തെറ്റായിട്ട് പോന്ന് പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങളിപ്പോ ആ പേര് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു കാര്യത്തിലും മഹല്ല് കമ്മിറ്റി ഉസ്താദുമാർ സഹകരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പം ആ പെരിയിൽ ആ കുട്ടി തെറ്റുകാരനല്ലാന്ന് കൂട്ടാ ഞാൻ ആണെങ്കിൽ തന്നെ ആ കുട്ടി നമ്മൾ പറഞ്ഞ് മനസ്സിലായിക്കോട്ടെ നേർവഴിക്ക് കൊണ്ടാണല്ലോ നോക്കണ്ടി. ബഹിഷ്കരിക്കലും ബലങ്ങലൊക്കെ അവസാനത്തെ ഒരു കയ്യല്ലേ. അതൊരു കടന്ന കയ്യാണെന്ന് എൻ്റെ മനസ്സ് പറയുന്നത്. പിന്നെ ഇതൊക്കെ അല്ലാതെ എന്താ ആചാര്യ ഓരോട് പറയാം. നിങ്ങളൊന്ന് മയത്തിൽ സംസാരിക്കുക. ആ കുടുംബത്തിൽ നമ്മൾ മഹലിൽ നിന്ന് പുറത്താക്കിയെന്ന് കൂട്ടുക. ഒരുപാട് ആളുകൾ മഹല്ലത്തിനും അതിൻ്റെ കമ്മിറ്റിക്കാർക്കും ഉസ്താദന്മാർക്കും ഒക്കെ എതിരിൽ വരും. കാരണം എന്താ പറയുക, പഴയ കാലം എന്നല്ല, ഇപ്പം അതിന് പല സംവിധാനമുണ്ട്. ഒരു കുട്ടി തെറ്റ് ചെയ്താലും ആ കുട്ടീനെ പറഞ്ഞ് മനസ്സിലാക്കി കൗൺസിലിങ്ങും മറ്റൊക്കെ കൊടുത്ത് മാറ്റിക്കൊണ്ടാൻ കഴിയും. അപ്പോൾ ആ കുടുംബത്തിന് നമ്മോട് പ്രത്യേക മുഹബത്തുണ്ടാകാനേക്കാൻ ചെയ്യാം. അല്ലാതെ നമ്മൾ അവരെ മഹലിൽ നിന്ന് പുറത്താക്കിയാണ്ട് താഴെയല്ലേ വേണ്ടത്. തലേ മൈമുട്ടേറ്റ് പറഞ്ഞാലും കാര്യമുണ്ട്. നമ്മൾ ഓരോ പെരാളിൽ ചെന്നുകാണ്ടേ ഇതേമാതിരിയുള്ള വർത്തമാനങ്ങളൊന്നും പറയണ്ട. നല്ല രീതിയിൽ സംസാരിച്ച അവസാനം എന്തെങ്കിലുമൊക്കെ കൂടുതൽ പറഞ്ഞാലേ നമ്മൾ എല്ലാ കാര്യത്തിലും മോശക്കാരാവും. നമ്മളിപ്പോൾ ഈ റോട്ട് വന്നിക്കാണ്ട് ഇപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വർത്തമാനം പറയണ്ട. നമുക്ക് പള്ളിക്ക് ചെന്നിട്ട് സംസാരിച്ചാൽ നിങ്ങളിപ്പോൾ നടക്കുക. നമുക്ക് വേറെ ഏതെങ്കിലും പെരയിലൊക്കെ ഒന്ന് പോയി നോക്കാം. ബിന്ദു അന്ന് രാവിലെ തന്നെ ധൃതിയില് പണിയാളല്ലോ. എവിടക്കപ്പൊന്ന് പോണു? ഒന്നും പറയണ്ട എന്റെ താത്ത. എവിടേക്കേലും പോവാണ്ടാവുമ്പോ അന്നേരം ആയിരിക്കും ഭയങ്കര തിരക്ക്. ഒരു പണിയും കഴിഞ്ഞിട്ടില്ല. എന്റെ ചെറുമേന്റെ മോളെ കുട്ടീന്റെ കല്യാണാണെന്നേ. 10-നും 11-നാണ് മുഹൂർത്തം. അന്നേരം ആകുമ്പോക്ക് ഞങ്ങൾക്ക് അവിടെ എത്തണം. അന്നാളാ പറയാൻ വന്ന ഓല കല്യാണം അന്ന്. എനിക്ക് ഇന്നലെ തന്നെ പോയിക്കൂടേനോ? കുട്ടികൾക്ക് തലേദിവസം തന്നെ പോവാനൊക്കെ പൂതിയുണ്ട്. ഇക്കാണെങ്കിൽ ഇന്നലെ ഇന്നും കൂടെ ലീവും കിട്ടൂല. അതുകൊണ്ട് ഞങ്ങള് പോവാഞ്ഞ്. ഏതായാലും ബിന്ദു നമ്മളോട് ഉണ്ടാവും ഇപ്പൊ ഒരു കല്യാണം ഇട്ടാ. പേരക്കുട്ടീന്റെ കല്യാണം ശരിയായാത്ത? എവിടുന്നാണ് ഇപ്പൊ അത്? അത് ബിന്ദു കുറച്ച് ദൂരാണ്, അരീക്കോട്ടുന്നാണ്. ഓല് ഫോണിൽ കണ്ടുകാണ്ടേ പരിചയപ്പെട്ടതാണ്. ഇനിയിപ്പൊ ദൂരം ഒന്നും നോക്കിയിട്ട് കാര്യമില്ല, നല്ല കുടുംബാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അന്വേഷണമൊക്കെ കഴിഞ്ഞോ? അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അന്വേഷണങ്ങളൊന്നും നടന്നിട്ടില്ല. ഓല് പിന്നെ രണ്ടാളും തമ്മിൽ പറ്റിയതല്ലേ. അത് കുറച്ചൊരു തീരുമാനം തന്നെയാണ്. മുത്തു പഠിക്കുന്ന ബാംഗ്ലൂർ തന്നെയാണ് ഇപ്പൊ ഈ കുട്ടിയും പഠിക്കണേ? ഓള് ബാംഗ്ലൂർ ഒന്നല്ലേടി, വേറെ എവിടെ സ്ഥലത്താണ്. അപ്പൊ ആ പെൺകുട്ടി ഇപ്പൊ എന്തിനാ പഠിക്കണേ? ഓള് വലിയ എത്തോ പഠിപ്പാണ്. ഇച്ചറിയില്ല. ഓല് അതിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞീന്ന് പേരീന്ന് സുക്കൂറൊക്കെ. കല്യാണം ഏതായാലും നല്ല രീതിയിൽ കഴിയട്ടെ ആത്ത. ഞാൻ നിങ്ങളോട് വർത്താനം പറഞ്ഞു എന്റെ നേരം പോയി. എനിക്ക് കുറെ പണിയുണ്ട്. സാമിയാൻക്കിപ്പോ നാട്ടിൽ നിന്ന് പോണം, അത്രല്ലേ ഉള്ളൂ. അതിലെ ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തേക്കണു. നമ്മുടെ ആളുണ്ട് കോയമ്പത്തൂര്, സെൽവൻ എന്നാ പേര്. ഓനൊരു സിംഗടി പന്ന് വരുന്നുണ്ട് മോരിക്കം. ഓൻ്റെ പറ്റാണ്ട് പൊയ്ക്കോ. പിന്നെ സെൽവനവിടെ ക്രഷറാണ്. കുറച്ച് വെയിലൊക്കെ കൊള്ളേണ്ടി വരും. നമ്മളെ നാട്ടിൽ മരിക്കാവില്ല, പണിയെല്ലാം എടുക്കേണ്ടി വരും. പൈസ ഉണ്ടാവും. എൻ്റെ നാട്ടിൽ നിന്ന് പോകാനുള്ള ഒരു ആഗ്രഹം ഉണ്ടല്ലോ, അതാണ് മാറിക്കിട്ടും. വെയിൽ എത്രയും കൊണ്ടോളാം. എത്ര വെയിലുണ്ടോ ഇതിലൊക്കെ ഇറക്കാനൊന്നുമില്ലല്ലോ.
ഇക്കിപ്പോ ഇവിടുന്ന് പോയി കിട്ടണം. ആകെ കടത്തിൽ മുങ്ങി കിടക്കണം. ഇത്തപ്പ ഇജ്ജ് പറയണ്ടേ നാട് വിട്ടു പോകാൻ മാത്രം കടണ്ടപ്പ എനിക്ക്. പൊന്നാർ ചങ്ങി അണക്കിന്റെ കഥ ശരിക്കും അറിയില്ല. ഞാൻ വട്ടിക്ക് എടുത്ത പൈസന്റെ കണക്കൊക്കെ ജറിഞ്ഞ നിന്ന് ഇട്ടുജ്. എന്റെ പ്രശ്നങ്ങളൊക്കെ തീരും. ഇപ്പൊ ഏതായാലും ഈ ഏർപ്പാടിന് തീരെ. മുരുകനെ ഇജ്ജ് ഇന്നലെ അവന്റെ കൂടെ പോണം എന്ന് പറഞ്ഞാൽ പോണ്ടി വിട്ട താമിയ. ആ വരുന്ന തുക്കുറ തുക്കുറണ്ണ ഞാൻ അങ്ങ് ടൗണ് നോക്കി ഇങ്ങിർക്ക ഇജ്ജ് എന്ത് വർത്താനം മുരുക പറയണ്ടേ? നമ്മൾ ഈ ഏർപ്പാടൊക്കെ ടൗണിൽ നടക്കുമോ? അതിനല്ല ഞാൻ മാറിക്കാണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ എന്നോട്. ഇങ്ങ വണ്ടി വരാത്ത ഏരിയ ഞാൻ നടന്ന് കൊഞ്ച്. മുരുക ഇത് എന്റെ നാടല്ല, ഇത് കേരളാണ്. ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. പിന്നെ ഈ നാട്ടില് എനിക്കൊരു പവറൊക്കെ ഉണ്ട്. ഇവർക്ക് ആർക്കും അറിയില്ല ഈ ബിസിനസ് എനിക്കുണ്ട് എന്നുള്ളത്. ഇജായിട്ട് ഈ കോലത്തിൽ വന്നുകാണ്ട് ഇന്നെ ഈ നാട്ടിലെ അടിയിൽ ബസ്സിലാക്കല്ല. ഇനി എന്റെ ഈ രൂപൊക്കെ ഒന്ന് മാറ്റേ. ഇജൊന്ന് നല്ല ടിപ്പിൽ വാ. നീ എന്നെ സൊല്ലുനേ ഇത് തമിഴ്നാട് സ്റ്റൈലൊക്കെ ഞാൻ ഇപ്പഴേ വരുമോ? നീ എന്നാ വേണേ ചെയ്യേ, എനിക്ക് പ്രശ്നമല്ല. ഇന്താളെ നീ തമിഴ്നാട് കൊണ്ടുപോ. അങ്കെ സെൽവിന്റെ അടുത്ത് ഞാൻ ചൊല്ലിருக்கு. ഇയാൾക്ക് അങ്കെ ട്രഷറില് ജോലി ഉണ്ട്. അത് പ്രശ്നമല്ല, എന്റെ ആളെ ഞാൻ കൊണ്ടുപോയിക്കോളാം. മുരുക ഇവിടെ ഒന്ന് കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല. അത് ആൾക്കാർ നടക്കുന്ന വഴിയാണ്. ഈ സാധനം എടുക്കേ. ബാഗിൽ ഫുൾ സാധനം ഇருக்கு. മുരുക ഇന്ത സാധനമൊക്കെ എടുക്കാ എല്ലാവർക്കും ഓക്കെ. എന്നാ പോട്ടെ, ഞാനേ ഇതിന്റെ കാര്യങ്ങളൊക്കെ സെലവിന്റെ ഡീൽ ചെയ്തോളാം. പൈസന്റെ കാര്യം ഓക്കെ. ശരി ശരി മോനെ പോയിക്കോ. തമ്പി വാ. ചെയ്താലിയ ഇജ്ജത്ത് അവിടെ ഇങ്ങനെ തിരിഞ്ഞു കളിച്ചു ആണ് കേറിയിരിക്കേ. ഇവിടെ കുടിക്കാരത്തൊന്നും ഇല്ലേ? ഞാൻ കൊറേ വെല്ലടിച്ചു. അവിടെ ഔത്തുണ്ടാവും നിസ്കരിച്ചേറ്റേക്കാരം. അപ്പൊ മരോളോ? ഓളും ഉണ്ടാവും അവിടെ മാളിയാമലേക്കാരം. അവിടെ കുട്ടികളെപ്പാടെ മുറിയിൽ കിടന്നിട്ടുണ്ടാവും. ഈ ബെല്ല ആണ്ട് കേക്കൂല. അപ്പൊ ഞാൻ വന്നതേ പെണ്ണും ചെക്കനൊക്കെ ഫോണിൽ കൂടി കണ്ട് ഇഷ്ടപ്പെട്ട കള്ളോ. ഇനിയിപ്പോ നമുക്കത് അന്വേഷിക്കൊക്കെ ഒന്ന് വേണ്ടേ? ഇതിന്റെ അഡ്രസ് ഓൾക്ക് കൊടുത്താളെ, എന്നിട്ട് ഓലോടൊന്ന് അന്വേഷിച്ചാൻ പറയേ. നിങ്ങളെ പേരക്കുട്ടിയെന്ന് അറിഞ്ഞപ്പോ ഓൾക്ക് അന്വേഷണം ഒന്നും വേണ്ടെന്നാണ് പോല് പറഞ്ഞത്. ഏയ് അതൊന്നും പറ്റൂല. ഇന്റെ പേരക്കുട്ടിയാച്ചിട്ടേ അന്വേഷിച്ചാതിരിക്കൊന്നും വേണ്ട. ഞാനൊന്നും അല്ലല്ലോ കെട്ടേണ്ടത്, പേരക്കുട്ടിയല്ലേ കെട്ടുണ്ട്. ഓനെ പറ്റി ശരിക്കും അന്വേഷിച്ചിട്ടേ കല്യാണത്തേക്ക് മുന്നോട്ട് പോയാൽ മതി. അതിപ്പോ എന്താ സംഭവം എന്ന് വെച്ചാല് നമ്മളെ കുടുംബം കുറച്ച് പേരും ചൂരുള്ള കുടുംബമാണ്. അതുപോലെ കഴിയണ കാര്യമാണല്ലോ. പിന്നെ ചെക്കൻ ഡോക്ടറിന് പഠിച്ചാന്നും കൂടി പറഞ്ഞപ്പോൾ പിന്നെ ഇവർക്ക് അന്വേഷിക്കണ്ടെന്നുള്ള ഒരു അഭിപ്രായമാണ്. കുടുംബമഹിമൊക്കെ ചെയ്താലേ ഇന്റെ വാപ്പ കാരണന്മാരായിട്ട് ഉണ്ടാക്കിയതാണ്. അത് ഞാൻ നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട്. അതിച്ചിട്ട് ഇപ്പം എൻ്റെ പേരക്കുട്ടികളും മക്കളും എങ്ങനെയെന്നൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തുണ്ടെങ്കിലും നല്ല അന്വേഷണം ഇപ്പം നടത്തണം. പണ്ടത്തെ കാലമൊന്നും അല്ല ഇപ്പം തന്നെ ഞങ്ങൾ ഈ മാലിലെ പള്ളി കമ്മിറ്റിൻ്റെ ആൾക്കാരൊക്കെ പാടെ കൂടിക്കാണ്ട് ഓരോ പേരാളിൽ ചെന്നിക്കാണ്ട് ഈ ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. നമ്മളൊക്കെ ചെറിയ ചെറുപ്പക്കാർ കുട്ടികളൊക്കെ ഇതിൽ അടിമപ്പെട്ട ഗുണം. നമ്മൾ ബാപ്പാരും ഉമ്മാരൊന്നും ഇത് അറിയുന്നില്ല. നമ്മൾ എല്ലാ മൂർത്താവിലെത്തിയിട്ടാണ് ഇതൊക്കെ അറിയേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ എന്നോട് ഇങ്ങനെ പ്രത്യേകിച്ച് പറയേണ്ടത്. അങ്ങനത്തെ കുട്ടികൾ അവിടെയും ഇവിടെ ഒക്കെ ഉണ്ട്. അത് ഞാനും കുറേശ്ശെ അറിയലുണ്ട്. പക്ഷെ നിങ്ങളെ കുട്ടികളൊന്നും അങ്ങനത്തേന് പോകില്ല. അതൊന്നും പറ്റൂല ചെയ്താലേ. ഓലോട് ശരിക്കും അന്വേഷിച്ചാൻ പറയാം. ഓല അഡ്രസ്സും കാര്യങ്ങളും ഇച്ചും കൊണ്ടോ. പെൺകുട്ടിയാണ് പറഞ്ഞിട്ട് കാര്യമില്ല. ഓലതൊന്നും അന്വേഷിക്കാനും വേണം. ഇപ്പൊ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ കണക്കാണ് ഈ ലഹരിന്റെ കാര്യത്തിൽ. അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ, അത് നിങ്ങൾ പറഞ്ഞിട്ടും കാര്യം തന്നെയാണ്. ഓല അഡ്രസ്സിൻ്റെ അടുത്തുണ്ട്. അത് ഞാനിൽ നോക്കിയിട്ട് എടുത്തു തരാം. ഇതാണ് ഓല അഡ്രസ്സ്. നിങ്ങളുടെ അഡ്രസ്സ് എനിക്ക് അറിയണ്ടല്ല, അത് ഞാൻ അവിടെ കൊടുത്തും ചെയ്തോളാം. ഏതായാലും ഞാൻ ഈ അഡ്രസ്സിലൊന്ന് അന്വേഷിച്ച് നോക്കട്ടോ. വലിയ ധൃതി പിടിച്ചിക്കാണ്ടൊന്നേ നടത്തണ്ട. ഞമ്മക്ക് ശരിക്കും അന്വേഷിച്ചിട്ടൊക്കെ ചെയ്താൽ മതി. കല്യാണക്കാരിയാണ്. പിന്നെ എന്തേലും ആയാലേ നമ്മൾ മേപ്പെട്ട് നോക്കേണ്ടി വരും. ഏതായാലും വല്ലാതെ വെക്കണ്ട. പിന്നെ ബിരിയാണിപ്പിനാണെങ്കിൽ എൻ്റെ ഒരു പെങ്ങളെ മോനുണ്ട്, നല്ല വെപ്പുകാരനാണ്. ഓനാടി ഏൽപ്പിച്ചാൽ മതി. വെപ്പൊക്കെ ഞമ്മക്ക് ആലോചിച്ചടാ. ഇതൊന്ന് ഏലുമാലും ആവട്ടെ, എന്നിട്ട് വെപ്പേരൊക്കെ തെരഞ്ഞാ പോരെ. പിന്നെ ഞാനിങ്ങനെ നടക്കല്ലേ, എന്തെങ്കിലും വൈച്ചലവിനുണ്ടെങ്കിൽ മതിട്ടോ. പൊന്നാൻ്റെ ചെയ്താൽ രജി കാണുമ്പോ എൻ്റെ അടുത്ത് നിന്ന് കായ് ഇങ്ങനെ മേടിച്ച് കൊണ്ടുകൊണ്ട് ഓരോ പേരും പറഞ്ഞിട്ടുണ്ട്. എന്നാ അവിടെ വെച്ചോ. ഞാൻ എന്നാലേ അങ്ങോട്ട് പോവാ. ചായ വെള്ളം എന്തെങ്കിലും എടുക്കണോ? ഞാൻ ഇനിയും വരൂലേ കേട്ടോ. ആ
അല്ല മുത്തേ മരുന്നുണ്ടായിരുന്നത് പൊന്നാരൻ്റെ ആബിദ ഈ മരുന്നും മുക്കടിന്റെ ഒക്കെ കാര്യം അയ്യൂബ് എന്നോ നിർത്തിയിരിക്കണു എനിക്ക് ഇപ്പോഴും നിർത്തിയിട്ടില്ലേ. ഇത് നമ്മളെ നാട്ടിൽ ചെന്നോക്കാം. നമ്മളെ മഹല്ല് കമ്മിറ്റി എല്ലാ നാട്ടിലെ വീട്ടുകാരോടും ചെക്കന്മാരോടും പോയി പറയാണ് ഈ ലഹരി നിർത്താൻ. എനിക്കിപ്പോഴും അന്തം പറ്റി. എന്നാ ഞാൻ ലഹരി നിർത്തുക? അതെ അനീഫ പുതിയ സെക്രട്ടറി അല്ലേ, അത് കുറച്ചു കാലം ഉണ്ടാവും, അത് കുറച്ചാൽ നിന്നോളും. അതൊക്കെ ആബിദ നമ്മളെ മഹല്ല് സെക്രട്ടറി നമ്മളെ കമ്മിറ്റിക്കാരൊക്കെ പാട് ഒരുമിച്ച് കൂടെ തീരുമാനമാണ്. അതൊന്നും പെട്ടെന്ന് നിൽക്കുമെന്ന് എനിക്കും തോന്നുന്നില്ല. എന്നാ എനക്കൊന്ന് കേക്കണ്ടേ, നമ്മളെ കമ്മിറ്റിയിൽപ്പെട്ട ആളുകളെ മക്കൾ തന്നെ ലഹരി കച്ചവടം നടക്കുന്നുണ്ട്. ഇജ്ജ് ഇല്ലാത്ത വർത്താനൊന്നും പറയരുത്. നമ്മളെ മഹല്ല് കമ്മിറ്റിപ്പെട്ട 6 കുട്ടികളാണ് ലഹരി കച്ചവടം ചെയ്യുന്നത്. എന്നാലേ എനക്കൊന്ന് കേക്കണ്ടേ, നമ്മളെ ബീരാക്കാന്റെ സുക്കൂറില്ലേ, ഓനത് ഉപയോഗിക്കണമെന്നില്ല, ഓനത് എല്ലാവർക്കും സെയിൽസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിന്റെ പേരക്കുട്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട്. തുക്കൂറിനെ കുറിച്ച് ഇല്ലാത്ത പറയണ്ട. ഓ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഓ നാട്ടിലെ എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന വ്യക്തിയാണ്. എന്നാ എനക്കൊന്ന് കേക്കണ്ടേ, ഇത് തെളിവ് സായുധം ഇവിടെ നാട്ടിലാകെ പരക്കും. അന്ന് ഞാനിവിടെ ഉണ്ടാവുമല്ലോ, എന്റെ അടുത്ത് ഈ ഒരു ആൻസർ വെക്കണ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും അമ്മ അടുത്തില്ല. ഇതൊക്കെ വരാൻ പോണേ അങ്ങനെയാണ് നോക്കാച്ച്. എന്തിനാ ഈ പറ്റി പോകാൻ വിളിച്ചു കാണ്ടേ ഇന്നൊന്ന് കാണണം പറഞ്ഞു. അല്ല വീരാങ്ക, ഇന്ന് ലഹരി ബോധവൽക്കരണമായിട്ട് നമ്മളെ മഹലില് വീടുകളിൽ ആരൊക്കെ പോയിട്ടുള്ളത് കമ്മിറ്റിന്ന്? പള്ളി സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ഈ ലഹരി ബോധവൽക്കരണത്തിൽ ഞാൻ ഒരൊറ്റ ദിവസം എനിക്ക് പോരാൻ പറ്റിയില്ല, എനിക്കൊരു ഒഴിവും കിട്ടിയില്ല. ഏതെങ്കിലും എനിക്കും പോരണമെന്നുണ്ട് ഒരു ദിവസം. എന്റെ ഒഴിവിനനുസരിച്ച് ഇജ്ജും പോന്നോണ്ടി, ഒരു നല്ല കാര്യത്തിനല്ലേ. ഞാൻ ഉച്ച വരെ പോക്കുള്ളൂ. ഈ കാലിന്റെ മുട്ടേറ്റ് വല്ലാതെ നടക്കാൻ പറ്റില്ല. പിന്നെ ഉസ്താദും മൈമുട്ടേറ്റിയും സുബൈറും അമീതും കൂടിയാണ് പോക്കാണ്. ഒരു വൈകുന്നേരം വരെ പോക്കുണ്ടെന്നാ പറഞ്ഞത്. പിന്നെ കുറെ പേരാളില്ല നമ്മളെ മഹല്ലില്. ഞങ്ങളെ കാണണം എന്ന് പറഞ്ഞത് നിങ്ങളെ വല്യോന്റെ മോണ്ടല്ലോ, ബാംഗ്ലൂർ പഠിക്കണു മെഡിസിന്, ആ കുട്ടിന്റെ കല്യാണാലോചനയിട്ട് നടക്കുന്നുണ്ടോ? ഒരു ടീം ഇവിടെ വന്ന് അന്വേഷിച്ചിരുന്നു. അതെ, കുട്ടി ആ പെണ്ണും കൂടി കണ്ടുകാണ്ടേ ഏകദേശമൊക്കെ പറ്റിക്കണു. ഓല് ഇവിടെ വന്ന എന്നോട് അന്വേഷിച്ചിരുന്നോ? എന്നിട്ട് എന്തേ പറ്റി പറഞ്ഞു? ഞാനെന്ത് പറയാനാ, നിങ്ങളെ പേരക്കുട്ടി എന്നുള്ള എനിക്ക് ഓൽക്കും ഒരു അന്വേഷണം വേണ്ടിയില്ലായിരുന്നു. പക്ഷെ നിങ്ങൾ നിർബന്ധിച്ചതുകൊണ്ട് ഓല് ഇന്നൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്, എങ്ങനെ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഞാൻ എന്നെ ഓരോട് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞത്. നമ്മളെ പെങ്കട്ടേരം ചെയ്താലേ ഓനെ ഏൽപ്പിച്ചതേന്നു. ഇന്നത്തെ കാലല്ലേ, കുട്ടികളെ കാര്യങ്ങളൊന്നും ഇപ്പൊ ആർക്കും അറിയില്ല. ഒന്ന് അന്വേഷിക്കുന്നത് നല്ല തന്നെയാണ്. ഇതിപ്പോ നമ്മൾ തമ്മിലുള്ള ബന്ധത്തില് ഞാൻ ഓലോട് ഓക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് നല്ല നിലയിലൊന്ന് നടത്തി കൊടുത്താൽ. ഇജ്ജ് അങ്ങനെ പറഞ്ഞില്ലേ, ഞാൻ ഓനെ പറ്റി അന്വേഷിച്ചിട്ടൊന്നുമില്ല. അഡ്രസ്സ് ചെയ്താൽ തന്നിട്ട് എന്റെ അടുത്തുണ്ട്. പെണ്ണ് എഞ്ചിനീയറിങ്ങിന് എന്തിനൊക്കെ പഠിച്ചൊക്കെയാണ്. ഒരു ഒഴിവ് കിട്ടിയിട്ടില്ല, ഒന്ന് പോയി അന്വേഷിച്ചണം. പിന്നെ ഞാനേ നിങ്ങളോട് പറഞ്ഞതിൽ ഒന്നും വിചാരിക്കരുത്, ചെക്കനെ പറ്റിയിട്ട് നാട്ടിലൊരു സംസാര വിഷയം ഉണ്ട്. അതെന്താടാ, എന്റെ പേരക്കുട്ടിനെ പറ്റിയോ? വെറുതെ പറയല്ല, തെളിവുണ്ട്. നിങ്ങളെ ചെറിയ ചെറുക്കൻ സുക്കൂറും അതിന്റെ ഒരു ഭാഗമാണ് കേട്ടോ. എന്താണ് ഇപ്പൊ ഒന്ന് തെളിച്ച് പറയും. ഇതിന്റെ സമാധാനം കളയല്ലേ? നിങ്ങളെ ചെറിയോനെ ഇവിടെ ലഹരി ഉൽപ്പന്നങ്ങൾ ശേഖരിച്ചു കണ്ട് കച്ചവടമുണ്ട്. ആ സാധനം അവിടെ എത്തിച്ചിട്ട് ബാംഗ്ലൂര് അവനും ഉപയോഗിക്കണമുണ്ട്, അത് വിൽക്കണമുണ്ട്. പിന്നെ അനീഫേ, നിങ്ങളെ കുട്ടികളെ പറ്റി എന്നല്ല, ആരെ കുട്ടികളെ പറ്റി ഞാൻ വെറുതെ പറയില്ല. അതിന്റെ തെളിവ് സഹിതം മറ്റു കുട്ടികൾ എനിക്ക് വിട്ടുവന്നിട്ട് എന്റെ ഫോണിലുണ്ട്. നിങ്ങളത് കണ്ടെന്ന് നെട്ടും. ഫോണിലുള്ളോന്നേ ഇജ്ജ് കാട്ടി തരണ്ട. ഇജ്ജ് പറഞ്ഞാൽ തന്നെ വിശ്വാസം. ഇങ്ങനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളാകെ നാറില്ലടാ. എന്താ പിന്നെ നമ്മള് കാട്ട്? കല്യാണത്തിന്റെ കാര്യത്തില് നിങ്ങൾ ബേജാറാണ്ട. ബാക്കി പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കില് ഞാൻ ഓരോട് ഓക്കെ പറഞ്ഞ സ്ഥിതിക്ക് ആ കല്യാണം നടക്കും, അതിലൊരു സംശയം എനിക്കില്ല. മറ്റൊരു വിഷയം, നമ്മൾ ഈ കുട്ടികളെ യുവാക്കളെ ബാംഗ്ലൂരും പരിസര പ്രദേശങ്ങളിലും ചെന്നിട്ടാണ് ഈ കേടുവരണ്ട്. 4 ആളെ അറിയാതെ, ഒരു മനുഷ്യനെ അറിയിക്കാതെ, ഓലെ ഭാവി തകർക്കാതെ ഞമ്മക്ക് ഓലെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ള വകുപ്പും കാര്യങ്ങളൊക്കെ നമ്മളെ കണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അനീപ്പ, എന്റെ കുട്ടികളെ കാര്യം നീ ഇജ്ജ് ആരോടും പറയണ്ട കേട്ടോ. ഇതൊക്കെ പാടെ കേട്ടപ്പോഴേ മനസ്സിനൊരു സുഖമില്ല. ഞാൻ പോവാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നെ കാണട്ടോ. ആയിക്കോട്ടെ, വെള്ളം എന്തെങ്കിലും കുടിച്ചിട്ട്? മാണ്ട, വെള്ളം ഒന്നും മാണ്ടടാ.
ഇമ്മാ നിങ്ങൾ ഈ മൊബൈലിൽ കളിച്ചിങ്ങനെ ഇരുന്നോളി. നമ്മളെ മുത്തുവിന്റെ കല്യാണം മുടങ്ങിക്കണു. പഠിച്ചോനെ നല്ലൊരു കുടുംബം തന്നെയല്ല അത്. ആരെ കല്യാണം മുടക്കിയത് പുറത്തുള്ള ആരോ അല്ല, ഈ പെരിയിലുള്ള ആൾക്കാർ തന്നെയാണ്. ദത്തജി പറയുന്നത് ഈ പെരിയിൽ ഇജ്ജു മാപ്പിയല്ലേ ഉള്ളൂ. ഞാൻ എന്തായാലും അല്ല, ഇനി ആരേക്കാരെന്നേ ഇങ്ങളെന്നൊന്നും ആലോചിച്ചാളി. ദത്ത സുക്കൂറജി പറയേണ്ടത് വല്യപ്പ പേരക്കുട്ടിനെ കല്യാണം മടക്കോ കണ്ടോല് പറഞ്ഞിട്ടുകാണ്ട് ഇവിടെ ഒന്ന് പറയാനിജ്. ആ വല്യപ്പേനെ മുടക്കിക്കണ്ടേ, ഓലെ പെരിയിലെ CCTV ഒക്കെ ഉണ്ട്. മുടക്കാൻ ചെന്ന ആളെ ഫോട്ടോ തന്നെ ഓരിങ്ങടെ അയച്ചു തന്നേക്കണു എനിക്ക്. ഇജ്ജ് പറഞ്ഞൊക്കെ ശരിയാണ് സുക്കൂറെ. ദത്താണ് പറഞ്ഞിക്കാണ്ട് ഇപ്പൊ മടക്കിക്കണ്ട് കല്യാണം. ആ ഡോക്ടറിന് പഠിച്ച കുട്ടിയല്ലേ ഓന്. മുത്തു ബാംഗ്ലൂരെ ഡോക്ടറിന് പഠിച്ചൊക്കെ തന്നെയാണ്. ഇപ്പൊ അവിടെ പോയി പറഞ്ഞേക്കണ എന്താണെന്നറിയോ, ഓന് മയക്കുമരുന്നിന്റെ ഉപയോഗം വിൽപ്പനൊക്കെ ഉണ്ടെന്നാണ്. ദത്താന്റെ വാപ്പാക്ക് പിരാന്തറ്റ് ഇളകിക്കണു. അവിടെ പോയി ഇല്ലാത്ത പറഞ്ഞു കൊടുക്കാന്. ആ പെണ്ണിന്റെ കൂട്ടക്കാർ ഈ നാട്ടിൽ അന്വേഷിച്ചിട്ട് നമ്മളെ കുടുംബത്തിനെ പറ്റി ഓനെ പറ്റി ഒരു മോശം അഭിപ്രായം പറഞ്ഞിട്ടില്ല. പിന്നെ ബാപ്പ എന്തിനാ മുടക്കിക്കണെന്നുള്ള എനിക്കറിയില്ല, എങ്ങനെയാണ് ചോദിച്ചാണ്ടി. ഞാൻ മുടക്കിയ തന്നെയാണത്. എന്റെ പേരക്കുട്ടിയുടെ സ്വഭാവം ഇവന്റെ സ്വഭാവം കൊണ്ടേ ഞാനാ മുടക്കിക്കേണ്ടത്. നല്ലൊരു കുട്ടിനെ ഈ വടക്കട്ട ചെക്കന്മാർക്ക് കെട്ടിച്ചോർക്കണ്ട. ആര് വടക്കട്ടെന്നപ്പ നിങ്ങള് പറയണത്? ഈ വടക്കണിയിലിരിക്കണേ ഇതൊന്നും അറിയില്ല. എന്റെ ഈ മോന് വെള്ളി ഇട്ടുകാണ്ടേ രാഷ്ട്രീയം കളിച്ച് നടക്കണല്ലോ. ഓൻ എന്താ പരിപാടി എനിക്കറിയോ? ഓൻ ഈ മയക്കുമരുന്നിന്റെ കച്ചവടാണ്. എന്നിട്ട് ഓന് കാരണോലെ മോന് ബാംഗ്ലൂർക്ക് അയച്ചു കൊടുക്കുക. എന്നിട്ട് ഓൻ അവിടെയും ചെജ്ജ, ഇപ്പൊ എവിടെയും ചെജ്ജ. ഇത് ആരും അറിയണില്ലാന്ന് വിചാരിച്ചിട്ടുണ്ടത്. ആരും എന്നോട് മുണ്ടാ നടക്കിയെന്നു. ഞാൻ ഈ നാട്ടിലൊരു കാര്യപ്പെട്ട ആളല്ലേ വെച്ചിട്ട് ഇന്റെ മക്കളും പേരക്കുട്ടികളും ചെല്ലുമ്പോഴേ ഓർക്ക് പറയാ ഒരു വിഷമേന്നു. അതുകൊണ്ടാ പറഞ്ഞത്. ഇപ്പോൾ ആ ചെക്കനോട് ചെന്നപ്പോഴേ പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ കല്യാണം മുടക്കാൻ വേണ്ടി പോയത്. ഇങ്ങനത്തെ ഒരു കല്യാണം ഇവരെ കൊണ്ട് നടത്തിക്കണെങ്കിലേ ഞാൻ ഈ നാട്ടില് മാനം കെട്ട് നടക്കേണ്ടി വരില്ലേ? ഇജ്ജാതിലെ അച്ഛനും കെട്ടാനാണ് ഇവരെ. ഇനി എന്റെ ഈ പെരീക്ക് ചെന്ന് കയറണമെങ്കിലേ ഇങ്ങനത്തെ ഒന്നും ഇല്ലാതെ മാണെങ്കിൽ വന്നാ മതി, അല്ലെങ്കിൽ ഇറങ്ങിപ്പോയിക്കപ്പെടുന്നേ. നബീസോ എനിക്കൊന്ന് കേൾക്കണോ? ഈ മാലത്തില് ഈ പള്ളി കമ്മിറ്റിയില് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. ഈ മാലുള്ള എല്ലാ മനുഷ്യന്മാരോടും പെരാളിൽ കയറി ഞാൻ പറഞ്ഞു, നിങ്ങളെ മക്കളൊക്കെ ഈ ലഹരിന്റെ ഉപയോഗമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത ഞാൻ ഇന്റെ പെരിയത്തെ കാര്യം നോക്കാൻ ഞാൻ മറന്നു. ഇന്റെ പേരക്കുട്ടികളും മക്കളും ഈ ഏർപ്പാടാണെന്ന് പറഞ്ഞപ്പോഴേ മനസ്സിന്റെ നെഞ്ഞു പൊട്ടി മനസ്സിന്. ഇച്ചിഞ്ഞ് ഒന്നേ പറയാനുള്ളൂ, എന്റെ മോനും പേരക്കുട്ടിയും നന്നായി വന്നുകാണ്ട് ഈ പെരിയക്ക് കയറിയാൽ മതി, അല്ലെങ്കിൽ ഈ പെരിയക്ക് കയറണ്ട. ഇങ്ങനത്തെ ഒരു പേരക്കുട്ടി മോനും ഇല്ലാന്നേ ഞാനാണ് വിചാരിച്ചോണ്ട്. പൊന്നാര മക്കളെ, ലഹരി വല്ലാതെ കുടുംബം തകർക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ ഓരോ മക്കളും ലഹരിൻ്റെ ഉപയോഗം ഒരിക്കലും ഉണ്ടാവരുത്. എന്താന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ നാട്ടിൽ പ്രമാണിമാരായി നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഓല് നല്ല റാത്തിൽ തുണിപ്പായൊക്കെ മാറ്റി പള്ളി കമ്മിറ്റിയിലും അമ്പല കമ്മിറ്റിയിലും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഓലെ മക്കൾ ഇതുപോലെ ലഹരിയിലുണ്ടാവും. അതറിയില്ല, ആരും പറയില്ലേനും ആൾ പ്രമാണിയല്ലേ എന്നുള്ള രീതിയിൽ. അതൊക്കെ നമ്മളെ കുടിയത്തെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴേ നാട്ടിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ഓരോ പെരാത്ത കാര്യങ്ങളും ഓരോരുത്തർ ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഒരു മക്കളും ലഹരിക്ക് അടിമപ്പെടരുത്. നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി കുടുംബത്തിൽ ജീവിക്കാൻ നോക്കി. അതാ എന്നും ഉണ്ടാവുള്ളൂ. അതാണ് ഈ വീരാങ്കാക്ക നിങ്ങളോട് പറയാനുള്ളൂ.